ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഗോസ് എലിമിനേഷനാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ ഗോസ് എലിമിനേഷനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് പഠിച്ചു, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഗോസ് എലിമിനേഷൻ വിത്ത് സിസ്റ്റം ഓഫ് നോ സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻസ് ഇല്ലാത്ത കേസസ് ആണ് നമ്മൾ ഇന്നലെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങൾ അറിയിക്കുക. ഓക്കെ, സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഗോസ് എലിമിനേഷൻ സിസ്റ്റം ഓഫ് നോ സൊല്യൂഷൻസ്, ഇതാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഗോസ് എലിമിനേഷനകത്ത് 3 കേസസ് ആണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് സിസ്റ്റം ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ, ഒന്ന് ഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് വരും കേട്ടോ. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്, പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്താ പഠിച്ചത്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് പഠിച്ചു അല്ലേ? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് പഠിച്ചു. അപ്പോൾ ഇന്ന് മിസ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത് സിസ്റ്റം ഓഫ് നോ സൊല്യൂഷൻസ് ആണ് കേട്ടോ. സിസ്റ്റം ഓഫ് നോ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ സൊല്യൂഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നത് ഇൻകൺസിസ്റ്റൻ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇൻകൺസിസ്റ്റൻ്റ്, അപ്പോൾ ഒരു എന്താണ്, ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ട് ചെക്ക് വെദർ ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻ്റ് ഓർ ഇൻകൺസിസ്റ്റൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകൺസിസ്റ്റൻ്റ് ആണോ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്ത് കാണാൻ പാടില്ല? സൊല്യൂഷൻസ് കാണാൻ പാടില്ല. അപ്പോൾ കൺസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻസ് അറ്റ് ഓൾ. സൊല്യൂഷൻസ് കാണത്തില്ല കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കിക്കേ. ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾക്ക് ഒന്നുകിൽ ഇക്വേഷൻസ് ആയിട്ട് തരാം, അല്ലെങ്കിൽ മെട്രിക്സ് ആയിട്ട് തന്നെ തരാം കേട്ടോ. അപ്പോൾ മെട്രിക്സ് ആയിട്ട് തരാണെന്നുണ്ടെങ്കിൽ ഈ ഫോമിലായിരിക്കും 3, 2, 6. ഇത് നിങ്ങളുടെ സിലബസ് ടെക്സ്റ്റിനകത്തു നിന്നാണ് എടുത്തേക്കുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം എഡ്വിൻ ക്രെസിഗ് എന്ന് പറയുന്ന ഓതറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. നിങ്ങളുടെ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ടെക്സ്റ്റ് ബുക്ക് ഓൺലൈനിൽ PDF അവൈലബിൾ ആണ് കേട്ടോ കുട്ടികളെ. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എല്ലാം അതിനകത്ത് സോൾവ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് സോൾവ് ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ മേ ബി നല്ല അതിനകത്തുനിന്ന് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പോൾ നോക്കിക്കേ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ 3x3 മെട്രിക്സ് ആണ് അല്ലേ? നമുക്കറിയാം. ഇതിപ്പോൾ ഒരു ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആണ് തന്നേക്കുന്നത്. മിസ്സിനെ A ആയിട്ട് കൺസിഡർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത്, ഇത്രയെന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സ് Aയും ഇതെന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സ് Bയും ആണ്. ഇതൊക്കെ നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇത് X കോയിഫിഷ്യൻ്റ് ആണ്, ഇത് Y കോയിഫിഷ്യൻ്റ് ആണ്, ഇത് Z-ൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. ഇത് നമ്മൾ പഠിച്ചതാണ് ആണല്ലോ. നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? Xും Yയും Z-ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. Xൻ്റെയും Yൻ്റെയും Z-ൻ്റെയും വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തേണ്ടത്. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? ഈ എലമെൻറ്റും റോ റെഡ്യൂസ് ചെയ്ത് ഈ എലമെൻറ്റും റോ റെഡ്യൂസ് അല്ല, റോ ട്രാൻസ്ഫോർമേഷൻ വഴി നമ്മൾ ഈ ഫസ്റ്റ് കോളത്തിലെ ഈ 2 എലമെൻറ്റും സെക്കൻഡ് കോളത്തിലെ ലാസ്റ്റ് എലമെൻറ്റ് നമ്മൾ എന്താക്കണം കുട്ടികളെ? 0 ആക്കി മാറ്റണം ആണല്ലോ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഇപ്പം നിങ്ങൾക്ക് തറവായിട്ടുണ്ടാവും. ആൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുന്നത് കൊണ്ട് ചെയ്ത് വന്നിട്ടുള്ള കുട്ടികൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് ചെയ്ത് നല്ലോണം പഠിച്ചിട്ട് വേണം ഈ ഒരു ക്ലാസ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടേ? ഈ എലമെൻറ്റ് 0 ആക്കണം അല്ലേ? അപ്പോൾ ഈ എലമെൻറ്റ് 0 ആക്കണം എന്നുണ്ടെങ്കിൽ മിസ് എന്താ പറഞ്ഞത്? ഈ ഒരു റോ ഉണ്ടല്ലോ, സെക്കൻഡ് റോ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് മാക്സിമം നമുക്ക് സെക്കൻഡ് റോയും ഫസ്റ്റ് റോയും തമ്മിൽ എന്ത് ചെയ്യുക? റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ് മീൻസ് സേഫ് മാത്രമല്ല, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം സോൾവ് ചെയ്ത് എടുക്കാനും പറ്റും. അപ്പോൾ ഇവിടെ 2ഉം ഇവിടെ 3ഉം അല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും സെയിം ആക്കി കൊണ്ടുവരണം. അതിനെന്താ ചെയ്യേണ്ടേ? ഫസ്റ്റ് റോയിലെ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് റോയിലെ ഈ ഫസ്റ്റ് എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ സെക്കൻഡ് റോയിലെ കംപ്ലീറ്റ് എലമെൻറ്റ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് അതായത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നമുക്ക് ചെയ്താലോ? ഓക്കെ, സോ R2 implies R2 നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 3 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? R2 implies 3 times
3 times R2 ചെയ്യുക. അതുപോലെ തന്നെ R1 implies എന്ത് ചെയ്യുക 2 times R2 ചെയ്യാമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ മിസ് അത് സിമ്പിളാക്കി സ്റ്റെപ്സ് സിമ്പിളാക്കി പറഞ്ഞു തരുവാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിന് ചെയ്താൽ ചില കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റണം എന്നില്ല. അതുകൊണ്ടാണ് സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ 3 ഓക്കെ, R2 implies 3 times R2 ആൻഡ് R1 implies 2 times R2 അല്ലേ. അപ്പോൾ R1 നമുക്ക് ഫസ്റ്റ് റോയിനെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആണല്ലോ. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 2 എന്താ 6, 2 × 2 എത്രയാ 4, 1 × 2 2, then 3 × 2 6. അടുത്ത് R2 എന്താവും, R2നെ 3 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേ, 2 × 3 6. ഓക്കെ, അടുത്ത് 1 × 3 ചെയ്യുമ്പോൾ 3, again 1 × 3 again 0 × 3 0. ലാസ്റ്റ് എലമെന്റ് നമ്മൾ തൊടുന്നില്ല, അതുപോലെ വെക്കാണ്. 6 2 4 6. ഇത്രയൊക്കെ അല്ലേ. നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ എയിം എന്താണ്, ഈ എലമെന്റ് 0 ആക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അത് സിമ്പിൾ അല്ലേ. നോക്കിക്കേ, നമ്മൾ എന്ത് ചെയ്താൽ മതി, R2 implies R2 minus R1 ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു എലമെന്റ് എന്താകും, 0 ആകും. അതുപോലെ തന്നെ കുട്ടികളെ നമുക്ക് ഇവിടെ ഇപ്പോൾ 6 ഉണ്ട് അല്ലേ, ഈ എലമെന്റ് നമുക്ക് 0 ആക്കണം. ഇവിടെ മേളിൽ 6 കിടപ്പുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതങ്ങ് 0 ആക്കിയേക്കാം. R3 implies R3 minus R1 ചെയ്താൽ മതി. R3 minus R1 ചെയ്താൽ മതി. അന്നേരം എന്ത് കിട്ടും നമുക്ക്, ഇറ്റ് ഈസ് ഈക്വലന്റ് ടു, ഫസ്റ്റ് റോ നമ്മൾ തൊടുന്നില്ല, അതുപോലെ എഴുതുവാണേ. 6 4 2 6. അടുത്ത് 6 minus 6, R2 minus R1 ചെയ്ത് 6 minus 6 0, 3 minus 4 -1. അടുത്ത് 3 minus 2 ചെയ്യുമ്പോൾ 1, 0 minus 6 ചെയ്യുമ്പോഴത്തേക്ക് -6 ആണല്ലോ. അടുത്ത് ലാസ്റ്റ് കോളമിൽ ലാസ്റ്റ് റോ എലമെന്റ് സബ്ട്രാക്ട് ചെയ്ത് R3 minus R1 ചെയ്ത് അന്നേരം എന്ത് കിട്ടും, 6 minus 6 0, 2 minus 4 എന്ത് കിട്ടും, 2 minus 4 ചെയ്യുമ്പോൾ -2, 4 minus 2 ചെയ്യുമ്പോൾ 2, 6 minus 6 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 0 ആണ് കിട്ടുക ആണല്ലോ. നെക്സ്റ്റ് ഇനി നമ്മുടെ എയിം എന്താണ്, ഈ എലമെന്റിനെ 0 ആക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എലമെന്റ് നമുക്ക് എങ്ങനെ 0 ആക്കാം, നമുക്ക് ഈ എലമെന്റ് 0 ആക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഇതിനൊന്ന് ചെറുതാക്കാം. R3 implies R3/2 ചെയ്തേ നിങ്ങൾ, R3/2 ചെയ്തേ. അന്നേരം എന്ത് കിട്ടും, 6 4 2 6 0 -1 1 -6. ഇവിടെ R3/2 0/2 0, -2/2 -1. അടുത്തെന്താ 2/2 1. അടുത്തെന്താണ് 0/2 0 ആണല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി അല്ലേ. ഈ എലമെന്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആഡ് അല്ല സബ്ട്രാക്ട് ചെയ്താൽ മതി. കാരണം ഇവിടെ ഒരു നെഗറ്റീവും ഇവിടെ ഒരു നെഗറ്റീവും ആണ്. അപ്പോൾ അഡിഷൻ ചെയ്യുമ്പോൾ -2 ആണ് വരുന്നത്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ എലമെന്റ് 0 ആവത്തുള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, R3 implies R3 minus R2 ചെയ്യുക. നമ്മുടെ എയിം എന്താ, ഈ ഒരു എലമെന്റ് ഉണ്ടല്ലോ, ഈ എലമെന്റ് എന്താക്കുക, 0 ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ് ഇസ് ഈക്വലന്റ് ടു എന്ത് കിട്ടും, ഫസ്റ്റ് റോ എലമെന്റ് 6 4 2 6 അതുപോലെ എഴുതി. സെക്കൻഡ് റോ 0 -1 1 -6. അടുത്തത് 0 -0, തേർഡ് റോ മൈനസ് സെക്കൻഡ് റോ ആണ്. അപ്പോൾ R3 minus R2 ചെയ്യുമ്പോൾ 0 -1 -1 -1 ആണ് കുട്ടികൾ. അപ്പോൾ -1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, +1 -1 +1 0. അടുത്ത് 1 -1 എന്താ 0, 0 -6 എന്താണ് 6 ആണ് നമുക്കിവിടെ കിട്ടുന്നത് ആണല്ലോ. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാം, നമുക്ക് എക്സും വൈയും സെഡും അല്ലേ കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മളിപ്പോൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ തേർഡ് റോയിൽ ഈ തേർഡ് റോയിൽ ആദ്യത്തെ 3 എലമെന്റ്സ് എന്തായിപ്പോയി, 0 ആയിപ്പോയി അല്ലേ. അപ്പോൾ ഇത് എക്സ്, ഇത് വൈൻ്റെ കോയിഫിഷ്യൻ, ഇത് സെഡിൻ്റെ കോയിഫിഷ്യൻ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു തേർഡ് റോ ഉണ്ടല്ലോ, ഈ തേർഡ് റോ, അതായത് ഈ ഒരു റോ
റോയുടെ ഇക്വേഷൻ ഞാൻ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ എഴുതാൻ പോവുകയാണേ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? 0 × x + 0y + 0z ഈക്വൽ ടു എന്താണ്? 6 ആണ്. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു ഇക്വേഷൻ തന്നെ ഫോൾസ് ആണ് അല്ലേ? 0x + 0y + 0z ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് കിട്ടത്തില്ല? 6 എന്ന് പറയുന്നത് കിട്ടുമോ? കിട്ടത്തില്ല. ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എക്സാമിന് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു കേസ്, ഇതുപോലെ, അതായത് തേർഡ് റോയിൽ ഫസ്റ്റ് 3 എലമെൻറ്റ്സും 0 ആയി വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ the system has നോ സൊല്യൂഷൻ. സിസ്റ്റത്തിൽ എന്തില്ല? സൊല്യൂഷൻ ഇല്ല എന്ന് പറയാം. അപ്പോൾ ഈ ടൈപ്പ് കേസിലാണ്, ഈ ടൈപ്പ് പ്രോബ്ലംസിലാണ് നമുക്ക് എന്താ ഗോസ് എലിമിനേഷൻ ഓഫ് നോ സൊല്യൂഷൻ എക്സിസ്റ്റ് എന്ന് പറയുന്നത് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സിസ്റ്റം എന്ന് പറയുന്നത്? എന്താണ്? ഇൻകൺസിസ്റ്റൻ്റ് ആണ്. സൊല്യൂഷൻസ് ഇല്ലാത്തത് കൊണ്ട് ആ സിസ്റ്റം എന്താണ്? ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് കുട്ടികളെ? ചെയ്യേണ്ടത് നമ്മൾ സാധാരണ റെഡ്യൂസ് ചെയ്യുന്ന തൊട്ട് റെഡ്യൂസ് ചെയ്യാം. റോ റെഡ്യൂസ് ചെയ്തിട്ട് ഇപ്പോൾ 3x3 മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും, അതായത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് തേർഡ് റോയിലെ ആദ്യത്തെ 2 എലമെൻറ്റ്സും 0 ആക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യും അല്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് റോ ട്രാൻസ്ഫോർമേഷൻ വഴി നമ്മൾ ചെയ്ത് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലോട്ട് എത്തുമ്പോൾ ലാസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ലാസ്റ്റ് റോ, ഇപ്പോൾ 3x3 മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് റോയിൽ ആദ്യത്തെ 3 എലമെൻറ്റ്സ് 0 ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, 0 ആയിട്ട് വരികയും അടുത്ത 4th എലമെൻറ്റ് എന്ന് പറയുന്നത് ബി മെട്രിക്സിൻ്റെ ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, എലമെൻറ്റ് എന്ന് പറയുന്നത് നോൺ 0 ആണെന്നുണ്ടെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സിസ്റ്റത്തിന് എന്തില്ല? സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ സിസ്റ്റം എന്താണ്? ഇൻകൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയാം. എന്തെന്ന് പറയാം? സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇതുപോലത്തെ വേറെ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, ക്വസ്റ്റ്യൻ മെട്രിക്സ് ഫോമിലാണ് തന്നേക്കുന്നത്. 4 1 0 4 5 -3 1 2 -9 2 -1 5. ഇതാണ് നമ്മുടെ തന്നിരിക്കുന്ന ഒരു മെട്രിക്സ്. അപ്പോൾ ഇതിനകത്ത് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത് യൂസിങ് ഗോസ് എലിമിനേഷൻ ടെക്നിക്ക് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? സെയിം മെത്തേഡ് തന്നെയാണ്. റോ ട്രാൻസ്ഫോർമേഷൻ വഴി നമ്മൾ ഈ എലമെൻറ്റും 0 ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ എയിം എന്താണ്? ഈ എലമെൻറ്റിനെ 0 ആക്കുക എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ എലമെൻറ്റ്, അതായത് ഈ 5 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊണ്ടുവരണം? 0 കൊണ്ടുവരണം. അപ്പോൾ 0 കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് റോ നോക്കുക. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും സെയിം ആക്കി കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 5 ഉണ്ടല്ലോ, ഈ 5 ഉണ്ടെങ്കിൽ ഫസ്റ്റ് റോ കംപ്ലീറ്റ് അങ്ങ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഉണ്ട്, സെക്കൻഡ് റോ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. കാര്യം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. നോക്കിക്കേ, ആർ നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം കേട്ടോ. R2 = 4 R2 - 5 R1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമുക്ക് എന്താ ചെയ്യേണ്ടത്? R2 implies R2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 times R2 ചെയ്യാം. ആൻഡ് R1 implies 5 times എന്ത് ചെയ്യുക? 5 times R1 ആക്കുക. അന്നേരം എന്ത് കിട്ടും? ഇറ്റ് ഈക്വൽ ടു, ഇത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തോളൂ നിങ്ങൾ. ഫസ്റ്റ് റോയിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 4 × 5 20 ആണല്ലോ. അടുത്ത് 1 × 5 5 0 × 5 0 4 × 5 again 20. അടുത്ത് സെക്കൻഡ് റോ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 4 × 5 20 4 × -3 -12 4 × 1 4. അടുത്ത് 2 × 4 എന്താ? 8 ആണല്ലോ. അടുത്ത് ലാസ്റ്റ് റോ നമ്മൾ തൊടുന്നില്ല, അതുപോലെ തന്നെ എഴുതി വെക്കുക. 9 2 -1 -9 2 -1 5. ഇത്രയും ചെയ്യാലോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഈ എലമെൻ്റ് അല്ലേ 0 ആക്കേണ്ടത്, ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് ഇപ്പോൾ സെയിം ആയല്ലേ. അപ്പോൾ R2 implies എന്ത് ചെയ്യുക? R2 - R1 ചെയ്തേ. R2 implies R2 - R1 ചെയ്തേ. അന്നേരം എന്ത് കിട്ടും?
which is equivalent to എന്ത് കിട്ടും ഫസ്റ്റ് റോ അതുപോലെ എഴുതുന്നു 25 0 20 r2 minus r1 ചെയ്യുമ്പോൾ 20 minus 20 0 minus 12 minus 5 ചെയ്യുമ്പോൾ minus 17 4 minus 0 ചെയ്യുമ്പോൾ 4 8 minus 20 ചെയ്യുമ്പോൾ minus 12 ആണല്ലോ അടുത്തത് minus 9 2 minus 1 5 ഓക്കെ ഇത്രയും ഓക്കെ അല്ലേ ഇനി നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്ത എയിം എന്താണ് അടുത്ത എയിം എന്ന് പറയുമ്പോൾ ഈ എലമെന്റിന് 0 ആക്കുക എന്നുള്ളതാണ് ഈ ഒരു എലമെന്റ് അതായത് -9 എന്ന് പറയുന്നത് ഈ ഒരു എലമെന്റിനെ 0 ആക്കണം അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും ഈ എലമെന്റ് 0 ആക്കാനായിട്ട് ഈ എലമെന്റ് 0 ആക്കാനായിട്ട് നമുക്കിവിടെ സെക്കൻഡ് റോയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ 0 ആയി കിടക്കുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നോൺ സീറോ എലമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എലമെന്റ് 0 ആക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഫസ്റ്റ് റോയിൽ ഇപ്പോൾ ഇവിടെ 20 ഉണ്ട് 5 ഉണ്ട് 0 ഉണ്ട് 20 ഉണ്ട് ആണല്ലോ അപ്പോൾ അതിനെ കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാവേ അതായത് r1 ഇംപ്ലൈസ് r1 ബൈ എത്രയിൽ പോകും 5 പോകും അല്ലേ r1 ബൈ 5 ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് റെഡ്യൂസ് ആകും അപ്പോൾ റെഡ്യൂസ് ആകുമ്പോൾ ഫസ്റ്റ് ഇവിടെ 20 by 5 ചെയ്യുമ്പോൾ 4 ആണ് 5 by 5 1 0 by 5 0 20 by 5 ചെയ്യുമ്പോൾ 4 അടുത്ത് 0 minus 17 4 minus 12 minus 9 2 minus 1 5 ഇത്രയും ഓക്കെ അല്ലേ കുട്ടികളെ ഓക്കെ ആണ് ഇനി നമുക്ക് ഈ എലമെന്റ് അല്ലേ 0 ആക്കണം ഈ എലമെന്റ് 0 ആക്കാനായിട്ട് ഇവിടെ കിടപ്പുണ്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ r3നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഈ 4 ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം 4r3 ആണല്ലോ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് ആണ് അപ്പോൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ഓക്കെ ആഡ് ചെയ്യണം പിന്നെ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ റോ തമ്മിൽ ആഡ് ചെയ്യുക 4r3 പ്ലസ് എന്നിട്ട് r1 നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 9 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 9 ടൈംസ് r1 ചെയ്യാം ഓക്കെ 4r3 പ്ലസ് 9 ടൈംസ് r1 ചെയ്യുക 4r3 പ്ലസ് 9 ടൈംസ് r1 ചെയ്യുക കേട്ടോ അപ്പോൾ r3 ഇംപ്ലൈസ് ആണ് r3 ഇംപ്ലൈസ് 4r3 പ്ലസ് 9 ടൈംസ് r1 അപ്പം അന്നേരം എന്ത് കിട്ടും നമുക്ക് നോക്കാമേ ഈക്വൽ ടു അപ്പോൾ r1 നമ്മൾ അതുപോലെ എഴുതുകയാണ് r1ഉം r2 4 1 0 4 ആണല്ലോ അടുത്ത് 0 minus 17 4 minus 12 ആണല്ലോ ഇനി എവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ -4 ടൈംസ് r3 4 into 9 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് 4 into -9 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -36 ആണ് പ്ലസ് 9 into r1 9 into 4 ചെയ്യുമ്പോൾ 36 ആണ് അപ്പോൾ -36 പ്ലസ് 36 ചെയ്യുമ്പോൾ ഇവിടെ 0 ആയി ആണല്ലോ അടുത്ത് നോക്കിക്കേ 4r3 4 into 2 ചെയ്യുമ്പോൾ 8 പ്ലസ് 9 into r1 പ്ലസ് 9 8 plus 9 ചെയ്യുമ്പോൾ എത്ര കിട്ടും 17 ഓക്കെ അടുത്ത് നോക്കിക്കേ അടുത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത് 4r3 4 into -1 -4 plus 9 into r1 9 into 0 അപ്പോൾ എത്ര കിട്ടും -4 ഓക്കെ അടുത്ത സ്റ്റെപ്പ് എന്താ 4 into r3 4 into അടുത്ത ഈ എലമെന്റ് അല്ലേ 4 ടൈംസ് r3 4 into 5 ചെയ്യുമ്പോൾ 20 പ്ലസ് 9 ടൈംസ് ഈ r1 9 into r1 9 into 4 എന്ന് പറയുമ്പോൾ 36 അപ്പോൾ എത്ര കിട്ടും 56 ഓക്കെ ഇത്ര ഓക്കെ അല്ലേ ഓക്കെ ആണല്ലേ അടുത്ത് അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ എലമെന്റിനെ 0 ആക്കണം സിമ്പിൾ അല്ലേ കുട്ടികളെ റോ 2 നിങ്ങൾ നോക്കിക്കേ മേളിൽ -17 റോ 3 സെക്കൻഡ് എലമെന്റ് ഇവിടെ 17 കിടപ്പുണ്ട് ആഡ് ചെയ്താൽ മതി സോ r3 ഇംപ്ലൈസ് r3 പ്ലസ് r2 ചെയ്യുക അപ്പം അന്നേരം എന്താ കിട്ടുക ഇവിടെ 4 1 0 4 0 minus 17 4 minus 12 0 plus 0 ചെയ്യുമ്പോൾ 0 minus 17 plus 17 ചെയ്യുമ്പോൾ 0 4 minus 4 ചെയ്യുമ്പോൾ 4 plus minus 4 ചെയ്യുമ്പോൾ 0 അടുത്ത് 56 ന്ന് 56 ന്ന് ഒരു 12 കുറച്ചപ്പോൾ 4 ഇവിടെ എന്നിട്ട് 5 minus 1 44 അല്ലേ 44 ഓക്കെ 44 കിട്ടി കഴിഞ്ഞു അപ്പോൾ നോക്കിക്കേ ഈ തേർഡ് റോയിലെ ഈ എലമെന്റ് എന്താണ് 0 ആണ് നമ്മളുടെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് എന്ത് ചെയ്യാൻ പോവാണ്
ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഇപ്പോൾ ഇക്വേഷൻ മെട്രിക്സ് കിടക്കുന്നുണ്ട്, അതിന് ഇക്വേഷൻ എഴുതാൻ പോവാണ്. അപ്പോൾ അന്നേരം എന്ത് കിട്ടും? 0x, ഇത് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ്, ഇത് വൈൻ്റെ കോയിഫിഷ്യൻറ്റ്, പ്ലസ് 0y പ്ലസ് 0z ഈക്വൽ ടു എത്രയെന്നാണ് പറഞ്ഞേക്കുന്നത്? 44. ഒരിക്കലും 0x പ്ലസ് 0y പ്ലസ് 0z ചെയ്യുമ്പോൾ എന്ത് കിട്ടത്തില്ല? 44 കിട്ടത്തില്ല. ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ സിസ്റ്റം എന്താണ്? ഇൻകൺസിസ്റ്റൻ്റ് ആണ്. നോ സൊല്യൂഷൻ. സൊല്യൂഷൻ ഉണ്ടോ സിസ്റ്റത്തിന്? സൊല്യൂഷൻ ഇല്ല. ഓക്കെ, അതുകൊണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇൻകൺസിസ്റ്റൻ്റ് ആണ്. മനസ്സിലായല്ലോ? ചെയ്യുമല്ലോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. എളുപ്പമാണ് ചെയ്യുക. സീരിയസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എ പാർട്ടിലായിരിക്കും ചിലപ്പോൾ ചോദിക്കുക, അല്ലെങ്കിൽ ബി പാർട്ടിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്നുകിൽ സീരിയസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് നിങ്ങളുടെ എഡ്വിൻ ക്രസിക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 13, 12 -6 -4 7 -73 11 -13 157. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്നിട്ട് ഇതിന് സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ സോൾവ് ചെയ്യാൻ പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളൊന്ന് സ്റ്റക്കാവും. അപ്പോൾ സ്റ്റക്കാകണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇടുന്നത് പരീക്ഷയ്ക്ക്. അപ്പോൾ നോക്കിക്കേ, നമുക്കിത് ഗോസ് എലിമിനേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗോസ് എലിമിനേഷൻ ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്കിവിടെ മെട്രിക്സ് ബി ഈസ് നോട്ട് ഗിവൺ അല്ലേ? മെട്രിക്സ് ബി ഈസ് നോട്ട് ഗിവൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വി കാൺ സോൾവ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാം. ഇത് മിസ് പറയാൻ കാരണം ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കി വെച്ചോളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നിർത്താം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാവേ. അപ്പോൾ ഇത് ഇക്വേഷൻ തന്നിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിക്കേ. 4y പ്ലസ് 3z ഈക്വൽ ടു 8, 2x മൈനസ് z ഈക്വൽ ടു 2 ആൻഡ് 3x പ്ലസ് 2y ഈക്വൽ ടു 5. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ y ഉണ്ട്, z ഉണ്ട്. അടുത്ത ഇക്വേഷനകത്ത് എക്സ് ഉണ്ട്, സെഡ് ഉണ്ട്. അടുത്തതിൽ എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മുടെ അൺനോൺസ് എന്ന് പറയുന്നത് എക്സും വൈയും എന്താണ്? സെഡും ആണ് കേട്ടോ. നമുക്ക് ഇത് വെച്ചിട്ട് മെട്രിക്സ് എഴുതാം. മെട്രിക്സ് എഴുതുമ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എക്സ് കോഎഫിഷ്യൻ്റ് ഇല്ല അല്ലേ? 0 ആണ്. അടുത്ത് 4, അടുത്ത് 3, ദെൻ ബി മെട്രിക്സ് 8. ബി മെട്രിക്സിൻ്റെ ഫസ്റ്റ് എലിമെൻറ്റ് 8 ആണ്. അടുത്തത് നോക്കിക്കേ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2, വൈൻ്റെ കോഎഫിഷ്യൻ്റ് 0, സെഡിൻ്റെ കോഎഫിഷ്യൻ്റ് -1, അടുത്ത് ബിയുടെ വാല്യൂ 2, അടുത്തത് 3, 2, 0, 5. ഇത്ര എഴുതാമല്ലോ കുട്ടികളെ? ഓക്കെ, ഇവിടെ നോക്കിക്കേ, നമുക്ക് വേണ്ട എന്താണ്? ആക്ച്വലി ഈ എലമെൻ്റ് അല്ലേ 0 ആക്കേണ്ടത്. ഇവിടെ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് എലമെൻറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? റോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ മതി. R1 implies R2. Okay, so which is equivalent to R2 എന്താകും? R1 ആകും. R1 R2 ആകും. അപ്പോൾ നമുക്ക് ഇത് 2 ആകും. 0 -1 2, അടുത്തിവിടെ 0 4 3 8. അതായത് R1 R2 മാറ്റി എഴുതിയാൽ മതി കേട്ടോ. R1ൻ്റെ പ്ലേസിൽ R2 കൊണ്ടുവരിക, R2ൻ്റെ പ്ലേസിൽ R1 കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു എലമെൻറ്റ് 0 ആയി കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാൽക്കുലേഷൻ നോക്കിയാൽ മതിയാവും. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ എയിം എന്താണ്? നമുക്ക് ഈ എലമെൻറ്റ് 0 ആക്കുക എന്നുള്ളതാണ്. അപ്പം എന്ത് ചെയ്യണം? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട് അല്ലേ? ഈ 2 എലമെൻറ്റ് 0 ആക്കിയാൽ മതി. ഈ 2 എലമെൻറ്റ് 0 അല്ല, ഈ 2 എലമെൻറ്റ് സെയിം ആക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? R3 ഇംപ്ലൈസ് 2R3 മൈനസ് 3R1 ചെയ്താൽ മതി. അതായത് എന്ത് ചെയ്യണം? ഇവിടുത്തെ എലമെൻറ്റ് സെയിം ആക്കണം, ഇവിടുത്തെ എലമെൻറ്റ് സെയിം ആക്കണം അല്ലേ? എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താ സബ്ട്രാക്ട് ചെയ്യുക? അതിനെന്താ ചെയ്യേണ്ടത്? തേർഡ് റോയിന് ഫസ്റ്റ് റോയിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഫസ്റ്റ് റോയിന് തേർഡ് റോയുടെ ഫസ്റ്റ് എലമെൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇംപ്ലൈസ് ഫസ്റ്റ് റോ നമ്മൾ തൊടുന്നില്ല, 2 0 -1 2. സെക്കൻഡ് റോ അതുപോലെ എഴുതുന്നു, 0 4 3 8. തേർഡ് റോ നമുക്ക് R3 ഇംപ്ലൈസ് 2R3 -3R1 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 0 ആകും
ഓക്കെ 6 മൈനസ് 6 0. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 4, അടുത്ത് 3. നിങ്ങൾ ചെയ്ത് നോക്കണേ കുട്ടികളെ. മിസ് കുറച്ച് ഫാസ്റ്റായിട്ട് പോവാണ്, ചെയ്ത് നോക്കിയാൽ മതിയാവും കേട്ടോ. അടുത്ത നമ്മുടെ എയിം എന്താണ്? ഈ എലമെൻറ്റ് 0 ആക്കുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യുക? R3 ഇംപ്ലൈസ് R3 മൈനസ് R2 ചെയ്തേ. അന്നേരം നമുക്ക് എന്താ കിട്ടുക? which is equivalent to 2 0 minus 1 2 0 4 3 8 0 4 minus 4 0 3 minus 3 0 4 minus 8 minus 4 ആണല്ലോ. ഇക്വേഷൻ ഒന്ന് എഴുതിക്കേ. തേർഡ് റോയിൽ ഈ കോഎഫിഷ്യൻസ് വെച്ചിട്ട് ഇക്വേഷൻസ് ഒന്ന് എഴുതിക്കുക. അന്നേരം നമുക്ക് എന്താ കിട്ടുക? 0x പ്ലസ് 0y പ്ലസ് 0z ഈക്വൽ ടു -4. എന്താണിത്? ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ എന്തില്ല? സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻസ് ഉണ്ടോ? ഇല്ല. സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻസ്. അതുകൊണ്ട് തന്നെ സിസ്റ്റം എന്താണ്? ഇൻകൺസിസ്റ്റൻ്റ് ആണ്. എന്താണ്? ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഓക്കെ കുട്ടികളെ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത് ഗോസ് എലിമിനേഷൻ വിത്ത് സിസ്റ്റം ഓഫ് സൊല്യൂഷൻസ്, ഗോസ് എലിമിനേഷൻ വിത്ത് നോ സൊല്യൂഷൻസ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഓക്കെ, സിസ്റ്റം ഓഫ് നോ സൊല്യൂഷൻസ് ആണ് പഠിച്ചത്. പ്രോബ്ലംസ് നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.